അപ്പോൾ രാവിലെ തന്നെ കുഞ്ഞുടനെ പഠിക്കാനൊക്കെ കൊണ്ടുവിട്ടു. അത് കഴിഞ്ഞ് നേരെ മീൻ വാങ്ങിക്കാൻ പോയി. അങ്ങനെ മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ നമ്മളിന്ന് കേരയാണ് വാങ്ങിച്ചത്. കാരണം കുഞ്ഞുട്ടിന് ഈ മുള്ളുള്ള മീനുകളൊന്നും ഇഷ്ടമല്ല, ഇതുപോലത്തെ കഷ്ണം മീനുകളൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ കേരയാണ് അതുകൊണ്ട് വാങ്ങിച്ചത്. അങ്ങനെ കേരയൊക്കെ കൊണ്ടുവന്ന് കുറച്ച് കടുകൊക്കെ പൊട്ടിച്ച് ഉലുവയൊക്കെ പൊട്ടിച്ച് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ആദ്യം ഉള്ളി ഒന്ന് മൂപ്പിക്കണമായിരുന്നു. അപ്പോൾ ഉള്ളി മൂപ്പിക്കാൻ ഞാൻ മറന്നുപോയി. അതുകൊണ്ട് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കൂടെ തന്നെ അതിട്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയ സമയത്ത് തന്നെ ഞാൻ 2 കുടംപുളി ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വെള്ളവും ആ കുടംപുളിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി, ആ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് നമ്മുടെ മീൻകറി ഒന്ന് തിളയ്ക്കാൻ വെക്കണം. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ മീൻ കഷ്ണം ഇട്ട് കൊടുത്താൽ മതി. മീൻ കഷ്ണം ഇട്ടിട്ട് പിന്നെ നമ്മുടെ തവിയൊന്നും കൊണ്ട് ഒത്തിരി ഇട്ട് ഇളക്കിയൊന്നും ചെയ്യരുത്. കാരണം അത് പൊടിഞ്ഞു പോകും. പ്രത്യേകിച്ച് കേര പോലത്തെ മീനൊക്കെ ആകുമ്പോൾ ഭയങ്കര കട്ടിക്കുറവായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ മീൻ ഇങ്ങനെ ഇതുപോലെ തിളയ്ക്കാനൊക്കെ വെച്ചു. അതൊക്കെ കഴിഞ്ഞ് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ക്യാബേജ് ആയിരുന്നു ഇന്ന് തോരൻ വെക്കാം. അപ്പോൾ ഞാനത് കുറച്ച് കടുകിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പ് കൂടി ഇട്ടൊന്ന് മൂപ്പിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ കൂടെ തന്നെ ഒരു മോര് കാച്ചാന്ന് വിചാരിച്ചു. മോര് ഞാൻ തേങ്ങ അരച്ചൊന്നും കാച്ചാറില്ല. ഇതുപോലെ സിമ്പിളായിട്ട് ഇതുപോലെ ഇങ്ങനെ കാച്ചിയെടുക്കാറാണ് പതിവ്. അപ്പോൾ കുറച്ച് ജീരകപ്പൊടിയും കുറച്ച് ഉലുവയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് അതിലേക്ക് നമ്മുടെ മോരൂടെ ഒഴിച്ച് നന്നായിട്ട് കാച്ചിയെടുക്കുക. അപ്പോൾ ഇത് കുറേ ദിവസം ഇരിക്കുകയും ചെയ്യും, നമ്മൾ തേങ്ങയൊന്നും അരയ്ക്കാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ മീൻകറി ഏകദേശമൊക്കെ ഒന്ന് സെറ്റായി വന്നപ്പോഴത്തേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കറിവേപ്പിലയും ഇട്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് വേവിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് മോരൊക്കെ ഉള്ളതുകൊണ്ട് 2 കഷ്ണം മീനും കൂടെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉച്ചയൂണ് ഏകദേശം എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.